കോൺഗ്രസ് അധികാരത്തിൽ എത്തണമെന്ന് ആഗ്രഹിച്ച പ്രതിപക്ഷ നിരയിൽപ്പെട്ട ഒരാളായിരുന്നു ഞാനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമസ്കാരം. ഒരു മികച്ച ഭരണത്തിന് ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. എവിടെയായിരുന്നു 3-4 ദിവസം? കാണാതായപ്പോൾ സന്തോഷിച്ചു. ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോടോ വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയോടോ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയോടോ അച്ഛനെന്തുവായി പറഞ്ഞു വരുന്നേ? ആരോടും 1% പോലും വിരോധമില്ല എന്ന് മാത്രമല്ല, ഇവരോടൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ സ്നേഹവും വലിയ അടുപ്പവുമാണ്. ഞാൻ അവിടുത്തെ ജോലി രാജിവെച്ചു ഇവിടെ ജോയിൻ ചെയ്തു. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? ഇപ്പൊ നമ്മൾ ക്രിയാത്മകമായി ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ദയവ് ചെയ്ത് ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ സ്നേഹിതർ, ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്ക് പ്രിയപ്പെട്ടവർ അതിനെ പരിഹാസമായി കാണാതെ ആ വിമർശനങ്ങളെ ക്രിയാത്മകമായി എടുത്താൽ കൂടുതൽ മികച്ച രീതിയിലുള്ള ഭരണം നയിക്കാൻ കഴിയും. എന്തായാലും ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീ നിന്റെ കാര്യം നാറാതെ നോക്കിയാൽ ഈ പണിയും അപ്പുറവും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കഥ വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയനെ അതിശക്തമായി വിമർശിക്കുന്ന സമയത്തും അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ പറയുന്നൊരു കാര്യമായിരുന്നു. പിണറായി വിജയനെ ഞാൻ വിമർശിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ല. സമ്മതിച്ചിരിക്കുന്നു നിന്റെ ചങ്കൂറ്റം. താങ്ക്സ്. ചങ്കൂറ്റമല്ല അവസ്ഥ. എടോ താൻ വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന്. മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജനോപകാരപ്രദമല്ലാതെ പോകുന്ന നിമിഷങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്ന രോഷങ്ങളെ ഞാൻ എന്റെ ശബ്ദത്തിലൂടെ അറിയിക്കുകയാണ് ചെയ്തതെന്ന്. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയുന്നത്. ഇപ്പോഴേ നിന്റെ രോഗം അറിഞ്ഞു നന്നായി. ഈ രോഗത്തിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഉറക്കത്തിൽ താനേ മൂത്രം പോകുന്ന മനോഹരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഭരണം ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. എടാ ഉഗ്ര, എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. അപ്രകാരം ചില വിമർശനങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ദയവ് ചെയ്ത് പ്രിയപ്പെട്ട കോൺഗ്രസിലെ എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി. ആദ്യം തന്നെ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു തികഞ്ഞ കള്ളനാണ്. അധികാരത്തിലിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ഗുണപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാൽ കഴിയുന്ന ചില കാര്യങ്ങൾ പറയുകയാണ്. അത് നായയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞെന്നിരിക്കും അല്ലേ? ഇതാണ് കൂട്ട. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്. തന്നെ